ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകം കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണുമ്പോൾ അക്വേറിയം പാരഡൈസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് കേട്ടോ. അവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലും അതിലും ഇതിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് വെച്ചാൽ മെർമെയ്ഡ് ഷോ തന്നെയാണ്. പക്ഷേ അത് എല്ലാ ദിവസമൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയാം. അപ്പോഴത്തേക്കെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി ഒരുപാട് വെറൈറ്റി ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയത് ജെല്ലി ഫിഷും ഷാർക്കും തന്നെയാണ് കേട്ടോ. കാരണം ഇത് രണ്ടും ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഒരുപാട് അക്വേറിയങ്ങളിൽ പോയിട്ടുണ്ട്. ഇവിടെ നല്ല സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയയിലാണ് അത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും. പക്ഷേ അവിടുത്തെ ഗ്ലാസ് അറേഞ്ച്മെൻറ്റ്സും ഇതെല്ലാം മിറർ അറേഞ്ച്മെൻറ്റ്സും എല്ലാം വെരി വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളവിടെ പോയി ജെല്ലി ഫിഷിനെ കണ്ടു. പിന്നെ ഇൻസൈഡ് തന്നെ അവർ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്താണ് വാട്ടർഫോൾസ്. അതും കണ്ടാലൊരു ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലൊരു മെർമെയ്ഡ്, അങ്ങനെ കുറേ അവർ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടലിൻ്റെ അടിയിൽ പോയാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ആ ഒരു ഫീലാണ് നമുക്ക് അതിനടിയിൽ കിട്ടുന്നത് കേട്ടോ. കടലിൻ്റെ അടിയിലെ കൊട്ടാരം എന്നൊക്കെ പറയുന്ന കണക്ക് കണ്ടോ, ചേട്ടനും അനിയത്തിയും കൂടെ നിന്ന് കാണുന്നത് കണ്ടോ. പിന്നെ ഫിഷസിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പല വെറൈറ്റീസാണ് കേട്ടോ. ഈ ഒരു ഫിഷ് ആണെങ്കിൽ ഞാൻ പല അക്വേറിയത്തിനും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഫിഷസ് ഞാൻ കണ്ടിട്ടില്ല. അതെനിക്കൊന്ന് കോമൺ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഷാർക്ക് ഓടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? അതും എനിക്കൊരു വെറൈറ്റി ആയിട്ടാണ് തോന്നിയത് കേട്ടോ. ഇവിടെ 2 ഷാർക്കുണ്ട്. അപ്പോൾ ആ ഷാർക്കും വലിയൊരു വെറൈറ്റിയാണ് കേട്ടോ. എന്നിട്ട് ഈ മീനുകളെല്ലാം കൂടെ കൂട്ടത്തോടെ വന്നുകൊണ്ട് എവിടെയോ എന്തോ ബിരിയാണി കൊടുക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അവർ ബിരിയാണി ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നതാണ് കേട്ടോ. കുറേ എണ്ണം അങ്ങോട്ട് പോകുന്നത് കാണാം, കുറേ എണ്ണം ഇങ്ങോട്ട് പോകുന്നത് കാണാം. എന്തുകൊണ്ടൊരു വെറൈറ്റിയാണ്. പിന്നെ അണ്ടർ വാട്ടർ ടണലിനെ കുറിച്ച് പറയുവാണെങ്കിലും മെർമെയ്ഡ് ഷോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെർമെയ്ഡ് ഷോ വളരെ വർത്തിയായിരുന്നു കേട്ടോ. മെർമെയ്ഡ് ഷോ എല്ലാ ദിവസവും അവർ കൊടുക്കുന്നില്ല. തിങ്കളും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും അങ്ങനെ 3 ദിവസമാണ് കൊടുക്കുന്നത്. സമയങ്ങളെന്ന് വെച്ചാൽ 1 മണി, 3 മണി, 5 മണി, 7:30 ഈ 4 സമയത്താണ് 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം 4 സമയങ്ങളിലായിട്ട് ഉണ്ട് കേട്ടോ. അത് മെർമെയ്ഡ് ഷോ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. അതിന് സ്പെഷ്യലായിട്ട് പൈസ കൊടുക്കണ്ട. ഞാൻ പറഞ്ഞ കണക്ക് ടിക്കറ്റ് വലിയവർക്ക് 399 രൂപയും കിഡ്സിന് 359 രൂപയാണ്. 10 വയസ്സിന് താഴെയുള്ള കിഡ്സിന് 359 രൂപയാണ്. പക്ഷേ 10 വയസ്സിനുള്ള കിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുൾ എമൗണ്ടും കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് പാത്തുവിന് 10 വയസ്സെന്ന് പറഞ്ഞിട്ട് അവർ ഫുൾ എമൗണ്ട് എടുത്തത്, കാരണം ഹൈറ്റ് ഉള്ളായിരുന്നു അതുകൊണ്ട്. പിന്നെ അംബ്രൂസും ദേവൂട്ടനും അവിടെ ഒന്ന് ഓടി നടന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും മറ്റേ അവതാറിൻ്റെ ഡെമോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് താമരക്കുളവും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫുള്ള് നമ്മളൊരു അക്വേറിയത്തിനകത്ത് നിൽക്കുന്ന ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുക കേട്ടോ. പിന്നെ ഇതാണ് അവർ പറയുന്ന ആ ടണൽ. ഇതാണ് ഇന്ത്യയിലെ തന്നെ ലോങ്ങസ്റ്റ് അണ്ടർ വാട്ടർ ടണൽ എന്നാണ് അവർ പറയുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ശരി തന്നെ ആയിരിക്കും. പക്ഷേ എനിവേ നമ്മളവിടെ പോയതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്തു. പിന്നെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നന്ദന കണ്ടോ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ബേക്കിൽ കൂടുതൽ ഇങ്ങനെ വീഡിയോസ് പിടിച്ച് വന്നുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ എടുക്കാൻ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോസിൽ കാണുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഈ ഫിഷും അക്വേറിയും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവർ അവിടുത്തെ സർവീസ് സ്റ്റാഫ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ ഈ ഫിഷസ് എത്ര കൂട്ടത്തോടു കൂടിയാണ് പോകുന്നത്. കുറേ എണ്ണം അങ്ങോട്ട് പോകും, കുറച്ച് നേരം കഴിയുമ്പോൾ കുറേ എണ്ണം തിരിച്ച് ഇങ്ങോട്ട് വരും. അങ്ങനെ അവർ അങ്ങോട്ടും എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ അവിടെ ഓടുകയാണെന്നാണ് തോന്നുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ അപ്പൂപ്പൻ ഇരിക്കുന്നത് കണ്ടോ ഗൈസ്. എനിക്കൊന്ന് പൈതഗോറസിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഇനി പൈതഗോറസ് ആണോ എന്തോ അങ്ങേരുടെ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്താണ് പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പല അമ്പലങ്ങളെ മറ്റേ അങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അതിൻ്റെ ഫോട്ടോസ് 2-3 ഞാൻ അയച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മത്സ്യകന്യകയുടെ കൂടെ നിൽക്കുന്ന അംബ്രൂസും സ്വർണം കട്ടെടുക്കാൻ പോകുന്ന പാത്തൂസും പിന്നെ അങ്ങനെ 3-4 ഷാർക്കിൻ്റെ വായിൽ കൈയിട്ടിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അംബ്രൂസ്. അങ്ങനെ പല വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അംബ്രൂസ് മീനിനെയൊക്കെ ആദ്യമായിട്ടാണ് അംബ്രൂസിൻ്റെ അക്വേറിയം എക്സ്പീരിയൻസ്. എന്നാലും നമ്മളിതൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ ഓടിയിറങ്ങി വന്നു ഗൈസ്.